ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ, എൻ്റെ ജീവൻ സുരക്ഷിതമാണോ? എനിക്ക് ആരാണ് കാവൽ നിൽക്കുന്നത്? എന്നാൽ ഇന്നത്തെ വചനം നിനക്ക് ഒരു ഉറപ്പ് നൽകുന്നു. യഹോവ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു. ഇത് വെറുമൊരു വാഗ്ദാനം മാത്രമല്ല, ജീവൻ്റെ രക്ഷയ്ക്കായുള്ള ഒരു സത്യം കൂടിയാണ്. ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മെ ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവനല്ല. അവൻ നമ്മുടെ ജീവിതത്തിൽ സജീവമായി ഇടപെടുന്നവനാണ്. പ്രാണനെ കാക്കുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ദോഷകരമായ വഴികളിൽ നിന്ന് നമ്മെ തിരിച്ചു നടത്തുന്നു. അദൃശ്യമായി നമ്മെ സംരക്ഷിക്കുന്നു. നീ പോലും അറിയാതെ നിന്നെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. പോകാനിരുന്ന വീഴ്ചകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, വേദന നൽകുന്ന വെല്ലുവിളികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും നീ പോലും അറിയാതെ ദൈവം നിന്നെ ഓരോ നിമിഷവും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നിനക്ക് തോന്നിയിട്ടുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇങ്ങനെ നടക്കാൻ ഒരു ചാൻസും ഇല്ല. എന്നാലും ഇതെങ്ങനെ നടന്നു? ഇതെങ്ങനെ സംഭവിച്ചു? ഒരത്ഭുതം പോലെ രക്ഷപ്പെട്ട എത്രയോ അപകടങ്ങൾ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് ഒരവസരമല്ല, ദൈവത്തിൻ്റെ കാവലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രാത്രിയിൽ നീ ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ആരും നിൻ്റെ കൂടെ ഇല്ലാത്തപ്പോഴും ദൈവം നിന്നെ ഓരോ നിമിഷവും കാക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും നിനക്ക് ഭയമുണ്ടോ? ഭാവിയെക്കുറിച്ചുള്ള ഭയം, വെല്ലുവിളികളെക്കുറിച്ചുള്ള ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം. എന്നാൽ ഈ വചനം നിങ്ങളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. യഹോവ നിന്നെ കാക്കുന്നു. യഹോവ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു. അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തിൻ്റെ പാതയിൽ നടക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അവനെ രക്ഷിക്കാൻ ദൈവം കൂടെ തന്നെയുണ്ട്. നീ കാണാത്ത പല അപകടങ്ങളിൽ നിന്നും നിന്നെ ദിവസവും ദൈവം രക്ഷിക്കുന്നു. അത് അവിടുത്തെ കാവൽ മാത്രമാണ് എന്ന് നീ അറിയുക. ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. നിൻ്റെ ജീവിതം അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് നീ അറിയുക. വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥനയിൽ ബലപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി അവിടെ നിന്ന് മാറേണ്ടതാണ്. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിക്കുമാറാകട്ടെ.